ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സൈറ്റിന്റെ വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണ്. എന്തൊക്കെ വർക്കാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 65% വർക്ക് നമ്മൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് തരാം. ജസ്റ്റ് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പം എക്സ്പോസ്ഡ് ആയിട്ടുള്ള വാള് മൊത്തം 4 ലെയർ പ്രോസസ്സ് ചെയ്തു. അത് എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ക്ലോസപ്പ് വ്യൂവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് ഒരു 2 mm തിക്നെസ്സിൽ ഒരു മെംബ്രെയിൻ ഫോമായി. ഇതിൻ്റെ ഉള്ളിൽ ഒരു 45 GSM മെഷ് ഉണ്ട്. അതിൻ്റെ മേലേക്ക് നമ്മൾ ബോണ്ടിങ് ഏജന്റ് അടിച്ച് 2 ലെയർ പോളിമർ കോട്ടിങ് വന്നു. ഇനി എന്താന്ന് പറഞ്ഞാൽ ദിസ് വിൽ ആക്ട് ആസ് എ ഷീൽഡ്. നമ്മൾ ഈ ഉള്ളിലെ ഈ സിമെന്റീഷ്യസ് സർഫേസിൽ എങ്ങനെ പോയാലും റെയിൻ ഹിറ്റ് ചെയ്താൽ ഈ മെംബ്രെയിൻ കടന്ന് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. അത് തന്നെയാണ് നമ്മൾ ഈ എല്ലാ പ്രൊജക്ഷൻ വാൾസിലും ചെയ്തിട്ടില്ലേ. പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എക്സ്റ്റീരിയർ ബേസ്മെന്റ് ആണ്. അതായത് നമ്മുടെ ഇന്റർലോക്കോ അല്ലെങ്കിൽ പാവിംഗ് സ്റ്റോണോ വിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇന്റർലോക്കിൽ വീണിട്ട് വാളിലേക്ക് ഹിറ്റ് ചെയ്യുന്ന വെള്ളം പ്രൊട്ടക്ട് ചെയ്യേണ്ട പ്രോസസ്സ്. ആ പ്രോസസ്സാണ് ഈ പറയുന്ന ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇന്റർലോക്ക് വരും. അപ്പോൾ അതിലേക്ക് അല്ലെങ്കിൽ വാട്ടവർ പാവിംഗ് സ്റ്റോൺ വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഹിറ്റ് ചെയ്തിട്ട് വാളിലേക്ക് ഡയറക്റ്റ്. ഇത് ബിറ്റമിൻ ബേസ്ഡ് ആയിട്ടുള്ള ഹെവി ഡ്യൂട്ടി കോമ്പൗണ്ട് ആണ്. ഇതൊരു മൾട്ടി പർപ്പസ് ബിറ്റമിൻ കോട്ടിംഗ് ആണ്. ഇത് ഹെവി ഡാംനെസ് പ്രൊട്ടക്ഷൻ ആണ്. അപ്പം ഇത് കംപ്ലീറ്റ്ലി നമ്മൾ എക്സ്റ്റീരിയർ ബേസ്മെന്റിൽ 2 feet ഹൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. 2 ലെയർ കോട്ടിങ്ങാണ് വരുന്നത്. പിന്നീട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ബേസ്മെന്റ് പ്രൊട്ടക്ഷൻ ആണ്. ഇത് നമ്മളെ ഫ്ലോറിൽ നിന്ന് ടൈല് വരുന്ന പോർഷന്റെ മേലേക്ക് വരുന്ന 2 feet. ഇത് 2 ലെയർ കോട്ടിംഗ് ആണ്. നല്ല എക്കർലിക് പോളിമർ ഫസ്റ്റ് കോട്ട് വന്നു. അതിന്റെ മേലേക്ക് 2K കോമ്പൗണ്ട്, ഹെവി ഡ്യൂട്ടി 2K കോമ്പൗണ്ട് വന്നു. ഇത് 1 mm തിക്നെസ്സിൽ ഒരു മെംബ്രെയിൻ ആണ് ഫോം ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കാപ്പിലറി ആക്ഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു എക്സ്റ്റെൻഡ് വരെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഇത് വീടിന്റെ കംപ്ലീറ്റ്ലി ഇൻസൈഡ്, ഗ്രൗണ്ട് ഫ്ലോർ ഇൻസൈഡ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് എല്ലാ ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്കും എല്ലാം. ഇത് നമ്മൾ ഓപ്പൺ ടെറസിൽ ടൈല് ലേ ചെയ്യുന്നതിന് മുന്നേ ഒരു അഡ്വാൻസ് പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇത് ഒരു 2 ലെയർ കോട്ടിംഗ് ആണ്. ഈ കോട്ടിങ്ങിന്റെ മേലേക്ക് നമ്മൾ ഹെവി ഡ്യൂട്ടി ടൈൽ ഗമ്മി യൂസ് ചെയ്തിട്ട് തന്നെ ടൈല് ഫിക്സ് ചെയ്യുക. അഥവാ ടൈലിൻ്റെ ഇടയ്ക്ക് കൂടെ വെള്ളം പെനിട്രേറ്റ് ചെയ്താലും ഈ മെംബ്രെയിൻ കടന്ന് വെള്ളം ഡയറക്റ്റ് കോൺക്രീറ്റിലേക്ക് ടച്ച് വരാതിരിക്കാൻ വേണ്ടി ഓപ്പൺ ടെറസിലും ബാൽക്കണീസിൻ്റെ സൈഡ്സിലൊക്കെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്റ്റിൻ്റെ ടോപ്പ് ടെറസാണ്. അപ്പോൾ ഈ ടോപ്പ് ടെറസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ PU കോട്ടിങ്, ഫൈനൽ ലെയർ PU വരുന്ന പോളിയൂറിത്തീൻ വരുന്ന കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു. സോ ആ വെള്ളത്തിന് സ്ലൈറ്റായിട്ട് ബോണ്ടിങ് ഏജന്റ് ചേർത്ത് നമ്മളൊന്ന് സ്ലോപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഇനി ഇത് പ്രഷർ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്യേണ്ട എല്ലാ സിമെന്റ് വേസ്റ്റും ഇവിടുന്ന് ചിപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് ചെയ്തതിന് ശേഷം നമ്മളൊരു ബോണ്ടിങ് ഏജന്റ് അടിച്ച് ആ ബോണ്ടിങ് ഏജന്റ് സെറ്റ് ആയതിനു ശേഷം നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു പ്രോസസ്സിന് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ 7 years നമുക്ക് വാറണ്ടി ഉണ്ട്. എന്ന് വെച്ചാൽ 7 years നശിച്ചു പോക്കല്ല. ലൈക്ക് ഐ ഓൾവേസ് സേ 7th year ടോപ്പ് കോട്ട് റിപ്പീറ്റ് ചെയ്യാം. കാരണം ഇത് അത്രയും നമ്മൾ ഹെവി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ആ 7 year അതൊന്ന് ടേക്ക് കെയർ ചെയ്താൽ വീണ്ടും വി വിൽ ഗെറ്റ് എ ലൈഫ്. നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, മിക്ക ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇത് 1 feet വരെ ചെയ്താൽ മതിയും. അങ്ങനെയല്ല. കാരണം ലോങ് ടേമിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ടോപ്പ് വരെ പേരപ്പിറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചുറ്റിലുള്ള ബൗണ്ടറി വാള് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പ് വരെ ചെയ്യണം. കാരണം ഇവിടെ വെച്ച് ചെയ്താൽ ഈ തേപ്പ് ഫ്യൂച്ചറിൽ നനയുമ്പോൾ ഇവിടെ നിന്ന് ഇത് കീറാൻ പൊളിഞ്ഞു വരാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്രോസസ്സ് ഇവിടെയാണ് എൻഡ് ചെയ്യുക. ഓക്കെ.